നമസ്കാരം, ഞാൻ റെജിമോൻ ഡേവിഡ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനൽ ഹിന്ദി മാസ്റ്റർ ഇൻ മലയാളം. നമ്മൾ ഇന്ന് 9ാം സ്റ്റാൻഡേർഡിലെ ഗാന്ധിജി കൈസെ ബനെ എന്ന പാഠവുമായി ബന്ധപ്പെട്ടുള്ളതായ 3 വർക്ക്ഷീറ്റുകളാണ് പരിചയപ്പെടുന്നത്. ഗാന്ധിജി കൈസെ ബനെ എന്ന പാഠത്തിൻ്റെ സാരാംശം നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. गांधी जी कैसे बने नामक लेख हिंदी के महान साहित्यकार स्वयं प्रकाश की रचना है. ഗാന്ധിജി കൈസെ ബനെ എന്നു പേരുള്ളതായ ലേഖനം ഹിന്ദിയിലെ മഹാനായ സാഹിത്യകാരൻ സ്വയം പ്രകാശിൻ്റെ രചനയാണ്. इस लेख में गांधी जी की सादगी के बारे में व्यक्त करते हैं. ഈ ലേഖനത്തിൽ കൂടി ഗാന്ധിജിയുടെ ലാളിത്യം, ലളിതമായ സ്വഭാവത്തെ സംബന്ധിച്ചാണ് വ്യക്തമാക്കുന്നത്. ബച്പൻ മേ ഗാന്ധിജി കോ അന്ധേരെ സെ ഡർ ഥാ. കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ഇരുട്ടിനെ ഭയമായിരുന്നു. ഉൻകി 11वीं उम्र में उन्हें काठियावाड़ हाईस्कूल में पहली कक्षा में भर्ती कराया गया. അദ്ദേഹത്തിന് 11 വയസ്സുള്ളതായ സമയത്താണ് കഠിയാവാഡ് എന്ന സ്ഥലത്തെ ഹൈസ്കൂളിൽ 1ാം ക്ലാസ്സിൽ അദ്ദേഹത്തെ ചേർക്കുന്നത്. इतिहास, भूगोल, गणित और अंग्रेजी പഠने के लिए थी. ഈ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ തന്നെ ഹിസ്റ്ററി പഠിക്കണമായിരുന്നു, ജോഗ്രഫി പഠിക്കണമായിരുന്നു, മാത്സ് പഠിക്കണമായിരുന്നു, ഇംഗ്ലീഷ്, ഇത്രയും വിഷയങ്ങൾ പഠിക്കണമായിരുന്നു. ഉസ് സമയ ഗാന്ധിജി പഠനെ മേ പിछड़ थी. ആ സമയം ഈ കാലഘട്ടത്തിൽ ഇദ്ദേഹം പഠനത്തിൽ വളരെയധികം പിന്നോക്കമായിരുന്നു. जब गांधी जी दक्षिण अफ्रीका में पढ़ने गए तब आप കുർത്ത ധോത്തി പഹനते थे. അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ പഠനത്തിനായി പോയ സമയം ഇദ്ദേഹത്തിൻ്റെ വേഷം കുർത്തയും മുണ്ടുമായിരുന്നു. बाद में मदुरै की एक औरत की हाल देखकर उस समय से आगे एक धोती ही पहनने का निश्चय किया. പിന്നീട് ഒരിക്കൽ മധുരയിൽ ഒരു സ്ത്രീയെ കണ്ടപ്പോൾ ആ സ്ത്രീയുടെ അവസ്ഥ കണ്ടിട്ട് ആ സമയം മുതൽ പിന്നീടുള്ള കാലം ഒറ്റ മുണ്ട് മാത്രം ധരിക്കും എന്ന് അദ്ദേഹം തീരുമാനിച്ചു. लंदन के गोलमेज सम्मेलन में और वहाँ की रानी से मिलने जाते समय भी उनका वेश यही था. ലണ്ടനിലെ വട്ടമേശ സമ്മേളനത്തിന് പോയ സമയത്തും രാജ്ഞിയെ കാണുന്നതിന് വേണ്ടിയായി പോയ സമയത്തുമൊക്കെ ഇദ്ദേഹത്തിൻ്റെ വേഷം ഇത് തന്നെയായിരുന്നു. अपनी बेटिया पेन की चोरी के बाद एक बेटे से पेंसिल मिल गई. उसी समय से पेंसिल से लिखने का निश्चय किया. അദ്ദേഹത്തിൻ്റെ വില കൂടിയ ഒരു പേന മോഷണം പോയതിന് ശേഷം ഒരു കുട്ടിയിൽ നിന്ന് ഒരു പെൻസിൽ കിട്ടുകയും ആ സമയം മുതൽ അദ്ദേഹം പെൻസിൽ കൊണ്ട് എഴുതാൻ തീരുമാനിക്കുകയും ചെയ്തു. ഗാന്ധിജി കാ വിശ്വാസ് യഥാ കി സാദഗി സേ ഹി ദേശ് കി ഉന്നതി ഹോഗി. ഗാന്ധിജിയുടെ വിശ്വാസം ഇതായിരുന്നു, ലാളിത്യം കൊണ്ട് മാത്രമേ, ലളിതമായ ജീവിതം കൊണ്ട് മാത്രമേ നമ്മുടെ രാജ്യത്തിന് ഉന്നതി ഉണ്ടാകൂ. ആ പരിഗ്രഹ പർ വിശ്വാസ് രഖ്തേ थे. ഇദ്ദേഹം ആ പരിഗ്രഹത്തിൽ വിശ്വസിച്ചിരുന്നു. ആ പരിഗ്രഹം എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത സാധനങ്ങളെ ശേഖരിക്കാതിരിക്കുക എന്നുള്ളതാണ് ആ പരിഗ്രഹം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. अपने जीवन के विभिन्न अनुभव से गांधी बने जैसे आजकल हम चित्रों में देखते हैं. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വിവിധ അനുഭവങ്ങളിൽ നിന്നാണ് ഇന്ന് നമ്മൾ ചിത്രങ്ങൾ കാണുന്ന തരത്തിലുള്ളതായ ഗാന്ധിജിയായി മാറിയത്. ഒന്നാമത്തെ വർക്ക്ഷീറ്റിൽ ആകെ 12 ചോദ്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഗാന്ധിജി കൈസെ ബനെ കൈസി രചന ഹെ, അഥവാ ഗാന്ധിജി കൈസെ ബനെ കിസ് വിധാ കി രചന ഹെ. ഗാന്ധിജി എങ്ങനെയായി തീർന്നു എന്നുള്ളത് ഏത് തരത്തിലുള്ള രചനയാണ്? ഉത്തരം ലേഖ്. രണ്ടാമത്തെ ചോദ്യം, ഗാന്ധിജി കൈസെ ബനെ കെ രചയിത കോൻ ഹെ. ഗാന്ധിജി കൈസെ ബനെ എന്നതിൻ്റെ ലേഖകൻ ആരാണ്? ഉത്തരം സ്വയം പ്രകാശ്. മൂന്നാമത്തെ ചോദ്യം, പഹലി കക്ഷാ മേ ഗാന്ധിജി കോ കിൻ വിഷയ പഠായ ജാത്തെ थे. 1ാം സ്റ്റാൻഡേർഡിൽ അദ്ദേഹത്തിന് ഏതെല്ലാം തരത്തിലുള്ള വിഷയങ്ങൾ പഠിക്കേണ്ടിയിരുന്നു? ഉത്തരം, पहली कक्षा में गांधी जी को इतिहास, भूगोल, गणित और अंग्रेजी पढ़ाए जाते थे.
അദ്ദേഹത്തെ പഠിപ്പിച്ചിരുന്നത് ചരിത്രം അല്ലെങ്കിൽ ഹിസ്റ്ററി, അതുപോലെ ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ ജോഗ്രഫി, അതുപോലെ ഗണിത് കണക്ക്, അതുപോലെ ഇംഗ്ലീഷ്, ഇവയെല്ലാം 1ാം സ്റ്റാൻഡേർഡിലേ പഠിപ്പിച്ചിരുന്നു. 4ാമത്തെ ചോദ്യം, ജിനോനെ മേ നിഹിത് സർവനാം ക്യാ ഹെ? ജിനോനെ എന്നുള്ളതിൽ ഉൾക്കൊണ്ടിട്ടുള്ള പ്രോനൗൺ അല്ലെങ്കിൽ സർവനാമം ഏതാണ്? ഉത്തരം ജോ. ഈ ജിനോനെ എന്നുള്ളതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ജോ എന്നുള്ളതിൻ്റെ ജോ ബഹുവചനമാണ്. ജോ ബഹുവചനമാകുമ്പോഴാണ് അതിൻ്റെ കൂടെ നെ എന്ന പ്രിപ്പോസിഷൻ ചേരുമ്പോൾ ജിനോനെ എന്നായി മാറുന്നത്. ജോ ഏകവചനാണെങ്കിൽ ജിസ്നെ എന്നാണ് ആവുക. 5ാമത്തെ ചോദ്യം, പഹലി പരീക്ഷ മേ സംജ്ഞാ ശബ്ദ और വിശേഷണ ശബ്ദ അലഗ് കർക്കെ ലിഖിए. പഹലി പരീക്ഷ എന്നുള്ളതിലെ നൗണം വിശേഷണ പദവും വേർതിരിച്ച് എഴുതുക. ഇത് സാധാരണ ഇതിന് ഇതിൽ പറയാറുണ്ട് വിശേഷണ പദവും വിശേഷ്യവും കണ്ടുപിടിച്ച് എഴുതുക എന്നാണ്. അവിടെ വിശേഷ്യം എന്ന് ഉദ്ദേശിക്കുന്നത് സംജ്ഞ അഥവാ നൗൺ. ഉത്തരം സംജ്ഞാ ശബ്ദ പരീക്ഷ, വിശേഷണ ശബ്ദ പഹലി. ഏതൊരു നൗണിനെയും വിശേഷിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പദം അത് നൗണിന് മുൻപായി കൊടുത്തിരിക്കുന്നു, അത് വിശേഷണം. ആ വിശേഷണത്തിന് ശേഷം വരുന്നതാണ് വിശേഷ്യ അഥവാ ഇവിടെ സംജ്ഞ അല്ലെങ്കിൽ നൗൺ. 6ാമത്തെ ചോദ്യം, ബच्चे से दी गई पेंसिल से गांधी ने पहली चिट्ठी किसको लिखी? കുട്ടി നൽകിയതായ പെൻസിൽ കൊണ്ട് ഗാന്ധിജി ആദ്യത്തെ കത്തെഴുതിയത് ആരുടെ പേരിലാണ്? ഉത്തരം बच्चे से दी गई पेंसिल से गांधी जी ने पहली चिट्ठी भारत के वाइसरॉय को लिखी. കുട്ടി നൽകിയതായ പെൻസിൽ കൊണ്ട് ഗാന്ധിജി ആദ്യമായി ഇന്ത്യയുടെ വൈസ്രോയിക്കാണ് കത്തെഴുതിയത്. 7ാമത്തെ ചോദ്യം, ഗാന്ധിജിനെ ആകെ ഏക് ഹി ധോത്തി പെഹ്നെ കാ ഫൈസ്ല കബ് കിയ? ഗാന്ധിജി ഇനിയുള്ള കാലം ഒറ്റ മുണ്ട് മാത്രം ധരിക്കും എന്നുള്ളതായ തീരുമാനമെടുത്തത് എപ്പോഴാണ്? ഉത്തരം ഏക് ഔറത്ത് താലാബ് മേ ധോത്തി ധോ രഹി ഥി. ഒരു സ്ത്രീ കുളത്തിൽ മുണ്ട് അല്ലെങ്കിൽ വസ്ത്രം കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇസ്കി ആധി പെഹൻതി ഥി ഓർ ബാക്കി ആധി ധോ രഹി ഥി. ഈ മുണ്ടിൻ്റെ പകുതി ഭാഗം ധരിച്ചിരിക്കുകയും ആ ബാക്കിയുള്ള പകുതി ഭാഗമാണ് കഴുകുകയും ചെയ്തുകൊണ്ടിരുന്നത്. ഫിർ ധുലി ഹുയി പെഹ്നെ കെ ബാദ് ശേഷ് ധോത്തി ഥി. പിന്നീട് കഴുകിയതായ ഭാഗം ഉടുത്തതിന് ശേഷം ശേഷിച്ച മറുഭാഗം എടുത്ത് കഴുകിക്കൊണ്ടിരുന്നു. इसकी हालत देखकर गांधी जी ने आगे एक ही धोती पहनने का फैसला किया. ഈ അവസ്ഥ, ഈ സ്ത്രീയുടെ ഈ അവസ്ഥ കണ്ടിട്ടാണ് ഗാന്ധിജി ഇനിയുള്ള കാലം ഒറ്റ മുണ്ട് മാത്രം ധരിക്കുമെന്ന് തീരുമാനം എടുത്തത്. 8ാമത്തെ ചോദ്യം, ഇസ് ലേഖ മേ പ്രതിപാദ്യ തീനോ ബന്ദർ കാ മത്ലബ് ക്യാ ഹൈ? ഈ ലേഖനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന 3 കുരങ്ങുകളെ സംബന്ധിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ആ കുരങ്ങുകൾ എന്തർത്ഥത്തിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഉത്തരം മത് ദേഖന, മത് സുന്ന, മത് ബോൽന. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കാണരുത്, കേൾക്കരുത്, പറയരുത്. 9ാമത്തെ ചോദ്യം, ഗാന്ധിജിനെ ആകെ ധോത്തി ഹി പെഹ്നെ കാ ഫൈസ്ല ക്യോं കർ ലിയ? ഗാന്ധിജി ഇനിയുള്ള കാലം ഒറ്റ മുണ്ട് മാത്രമേ ധരിക്കൂ എന്നുള്ള തീരുമാനം എന്തുകൊണ്ടാണ് എടുത്തത്? ഉത്തരം ഭാരത് കി ആം ജനത ഗരീബി ഏവം അഭാവ സെ വിവശ് ഥി. ഭാരതത്തിലെ സാധാരണ ജനങ്ങൾ, ആം ജനത എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് സാധാരണ ജനങ്ങൾ. ഭാരതത്തിലെ സാധാരണ ജനങ്ങൾ ദാരിദ്ര്യത്തിലും ഇല്ലായ്മയിലും കഷ്ടപ്പെട്ടിരുന്നു. औरत की हालत तत्कालीन भारत की आर्थिक स्थिति को पहचानने में सहायक बनी. ഈ സ്ത്രീയുടെ ഈ അവസ്ഥ അദ്ദേഹം സംഘത്തിനായി പോയിക്കൊണ്ടിരുന്ന ആ സമയത്തെ ഭാരതത്തിൻ്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതിയെ തിരിച്ചറിയുന്നതിൽ സഹായകമായി മാറി. इसलिए ഗാന്ധിജി ने ऐसा फैसला कर लिया. അതുകൊണ്ടാണ് ഗാന്ധിജി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ദേശവാസിയോं का दुख वे अपना दुख मानते थे. തൻ്റെ രാജ്യത്തിലെ ആളുകളുടെ ദുഃഖം തൻ്റെ ദുഃഖമായിട്ട് അദ്ദേഹം കരുതിയിരുന്നു, തൻ്റെ പ്രയാസമായിട്ട് അദ്ദേഹം കരുതിയിരുന്നു. 10ാമത്തെ ചോദ്യം, കോഷ്ടക് സേ ഉചിത് ശബ്ദ സഹി സ്ഥാൻ പർ രഖ്കർ പിരമിഡ് കി പൂർത്തി കരേ.
ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ വാക്കുകൾ ശരിയായ സ്ഥാനത്ത് ചേർത്ത് വാക്യ പിരമിഡ് പൂർത്തീകരിക്കുക. ബ്രാക്കറ്റിൽ ഗാന്ധിജി കോ ബച്പൻ മേ. ബച്പൻ എന്നുള്ളതിൻ്റെ അർത്ഥം കുട്ടിക്കാലം. ചോദ്യം ഇതാണ്, ഡർ ലഗ്താ ഥാ അന്ധേരെ സെ ഡർ ലഗ്താ ഥാ. രണ്ട് രീതിയിൽ നമുക്ക് ഉത്തരം എഴുതാം. ഒന്നാമത്തെ മോഡൽ, ഡർ ലഗ്താ ഥാ അന്ധേരെ സെ ഡർ ലഗ്താ ഥാ, ബച്പൻ മേ അന്ധേരെ സെ ഡർ ലഗ്താ ഥാ, ഗാന്ധിജി കോ ബച്പൻ മേ അന്ധേരെ സെ ഡർ ലഗ്താ ഥാ. ഭയം തോന്നിയിരുന്നു, ഇരുട്ടിനെ ഭയം തോന്നിയിരുന്നു, കുട്ടിക്കാലത്ത് ഇരുട്ടിനെ ഭയം തോന്നിയിരുന്നു, ഗാന്ധിജിക്ക് കുട്ടിക്കാലത്ത് ഇരുട്ടിനെ ഭയം തോന്നിയിരുന്നു. രണ്ടാമത്തെ മോഡൽ, ഡർ ലഗ്താ ഥാ അന്ധേരെ സെ ഡർ ലഗ്താ ഥാ, ഗാന്ധിജി കോ അന്ധേരെ സെ ഡർ ലഗ്താ ഥാ, ഗാന്ധിജി കോ ബച്പൻ മേ അന്ധേരെ സെ ഡർ ലഗ്താ ഥാ. ഈ രണ്ട് മോഡലിലും പുതിയതായി ചേർത്തിരിക്കുന്നതായ വാക്കുകൾ നിറം മാറ്റി കൊടുത്തിരിക്കുന്നു. 11ാമത്തെ ചോദ്യം, गांधी जी ने मदुरै में भाषण देने के लिए जाते समय एक स्त्री तालाब में अपनी धोती धोते हुए देखा. ഗാന്ധിജി മധുരയിൽ പ്രസംഗത്തിനായി പോയപ്പോൾ ഒരു സ്ത്രീ കുളത്തിൽ മുണ്ട് അല്ലെങ്കിൽ വസ്ത്രം കഴുകുന്നതായി കണ്ടു. ഗാന്ധിജിക്ക് ഇസ് ദിൻ കി ഡയറി ലിഖേ. ഗാന്ധിജിയുടെ ഈ ദിവസത്തിലെ ഡയറി തയ്യാറാക്കുക. ഉത്തരം ഡയറി ബോക്സിനുള്ളിൽ കൊടുക്കണം. താരീഖ്, തീയതി. ആജ് മേര മൻ ഉദാസെ. ഇന്നെൻ്റെ മനസ്സ് വല്ലാതെ ഉദാസീനമായിരിക്കുന്നു. ഭാഷൺ ദേനെ മധുരൈ ഗയാത്തോ ഏക് വിചിത്ര ദൃശ്യ ദേഖ. പ്രസംഗത്തിനായി മധുരയിലേക്ക് പോയപ്പോൾ വിചിത്രമായ ഒരു കാഴ്ച ഞാൻ കണ്ടു. മൻ ടൂട്ടനെ വാല ദൃശ്യം. മനസ്സ് തകർന്നു പോകുന്ന തരത്തിലുള്ള ഒരു കാഴ്ച. ഏക് ഔരത് താലാബ് മേ അപ്നി ധോത്തി ധോ രഹി ഹെ. ഒരു സ്ത്രീ കുളത്തിൽ തൻ്റെ വസ്ത്രം കഴുകിക്കൊണ്ടിരിക്കുന്നു. धोती की आधी पहनी थी और बाकी आधी धो रही है. ആ വസ്ത്രത്തിൻ്റെ പകുതി ധരിച്ചിരുന്നു, ബാക്കി പകുതി ഭാഗം കഴുകിക്കൊണ്ടിരിക്കുന്നു. फिर धुली हुई आधी धोती पहन दी है और शेष आधी को धो रही है. പിന്നീട് കഴുകിയതായ ആ പകുതി ഭാഗം ധരിക്കുകയും ശേഷിച്ചതായ പകുതി ഭാഗം കഴുകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. കേസി ഹാലത് ഹേ ഉസ് ഔരത് കി. എന്തൊരവസ്ഥയാണ് ആ സ്ത്രീയുടെ. ബേചാരി, പാവം. മേരെ ദേശ് മേ ऐसे കിത്നെ ലോഗ് ഹേ. എൻ്റെ രാജ്യത്തിൽ ഇതുപോലുള്ള എത്രമാത്രം ആളുകളുണ്ട്. കുച്ച് അമീർ സച്ച് ധജ് കർ ചലത്തെ ഹേ. ചില പണക്കാരായ ആളുകൾ വളരെ ആഡംബരത്തോടുകൂടി നടക്കുന്നു. കുച്ച് കേവൽ ഏക് കപ്പടേ സേ ജീത്തെ ഹേ. കുറച്ചു പേരാണെങ്കിൽ ഒറ്റ വസ്ത്രത്തിൽ ജീവിക്കുന്നു. മേരെ ദേശ് കി ഏസി ഹാലത്ത്. എൻ്റെ രാജ്യത്തിൽ തന്നെ ഈ അവസ്ഥ. സോച്ച് ഭി നഹീ സക്ത. ഇതിനെക്കുറിച്ച് ആലോചിക്കാനേ കഴിയുന്നില്ല. ആജ് സെ മേ ഭി കേവൽ ഏക് ധോത്തി ഹി പഹനൂംഗ. ഇന്നു മുതൽ ഞാനും ഒറ്റ മുണ്ട് മാത്രം ധരിക്കും. യേ മേരാ ഫൈസ്ല ഹെ. ഇതാണ് എൻ്റെ തീരുമാനം. 12ാമത്തെ ചോദ്യം, സഹി മിലാൻ കരെ. മാച്ച് ദി ഫോളോയിങ്. ഇടതുവശത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ. ബച്പൻ മേ गांधी जी को पहली कक्षा में पढ़ते समय पहली परीक्षा में गांधी जी इंग्लैंड पढ़ने गए तो गांधी जी के लिए. റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ. 11 साल था, खूब सारे कपड़े सिलवाए गए, अंधेरे से डर लगता था, 34 बच्चों में 32वें स्थान पर रहे. उत्तरम बचपन में गांधी जी को अंधेरे से डर लगता था. കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ഇരുട്ടിനെ ഭയമായിരുന്നു. ഗാന്ധിജി को पहली कक्षा में पढ़ते समय 11 साल था. ഗാന്ധിജിക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയം 11 വയസ്സായിരുന്നു. पहली परीक्षा में गांधीजी 34 बच्चों में 32वें स्थान पर रहे. ഒന്നാം സ്റ്റാൻഡേർഡിൽ ഒന്നാമത്തെ പരീക്ഷയുടെ സമയം ഗാന്ധിജിക്ക് 34 കുട്ടികളിൽ 32ാം സ്ഥാനമായിരുന്നു. ഇംഗ്ലണ്ട് പഠന ഗയെ തോ ഗാന്ധിജി കെ ലിയെ ഖൂബ് സാരെ കപ്പടേ സിൽവായേ ഗേ. ഇംഗ്ലണ്ടിൽ പഠനത്തിനായി പോയപ്പോൾ ഗാന്ധിജിക്ക് വേണ്ടി ധാരാളം വസ്ത്രങ്ങൾ തയ്പ്പിച്ചു. രണ്ടാമത്തെ വർക്ക്ഷീറ്റിൽ ആകെ 12 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, ബച്പൻ മേ ഗാന്ധിജി കോ കിസ്സെ ഡർ ലഗ്താ ഥാ. കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ആരെയായിരുന്നു ഭയമുണ്ടായിരുന്നത്? ഉത്തരം ബച്പൻ മേ ഗാന്ധിജി കോ അന്ധേരെ സേ ഡർ ലഗ്താ ഥാ. കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ഇരുട്ടിനെ ഭയമായിരുന്നു. രണ്ടാമത്തെ ചോദ്യം,
गांधी जी पहली कक्षा में पढ़ते समय स्कूल की फीस कितनी थी? ഗാന്ധിജി ഒന്നാം സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്കൂളിലെ ഫീസ് എത്രയായിരുന്നു? उत्तरम गांधी जी पहली कक्षा में पढ़ते समय स्कूल की फीस हर महीने 8 आने या 50 पैसे थे. ഗാന്ധിജി ഒന്നാം സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം സ്കൂളിലെ ഫീസ് മാസം തോറും 8 അണ അഥവാ 50 പൈസ ആയിരുന്നു. മൂന്നാമത്തെ ചോദ്യം, ലിഖ്തെ ലിഖ്തെ പെൻസിൽ ബഹുത് ഛോട്ടി ഹോ ജാത്തി തോ ഗാന്ധിജി ക്യാ കർത്തെ? എഴുതി എഴുതി പെൻസിൽ വളരെ ചെറുതാകുമ്പോൾ ഗാന്ധിജി എന്ത് ചെയ്തിരുന്നു? ഉത്തരം, लिखते लिखते पेंसिल बहुत छोटी हो जाती तो गांधी जी उस पर कागज की भोंगले लगाकर धागे से बांध लेते. എഴുതി എഴുതി പെൻസിൽ ചെറുതാകുമ്പോൾ ഗാന്ധിജി അതിൽ പേപ്പർ കൊണ്ട് ചുരുൾ ഉണ്ടാക്കി ചരട് കൊണ്ട് കെട്ടുമായിരുന്നു. അപ്പോൾ ആ നീളം കുറഞ്ഞതായ പെൻസിലിൻ്റെ അറ്റത്ത് പേപ്പർ ചുരുട്ടി കെട്ടുമ്പോൾ ആ ചുരുട്ടി കെട്ടിയിരിക്കുന്നതായ പേപ്പറിൽ പിടിച്ച് ശേഷിച്ചതായ പെൻസിൽ കൊണ്ട് എഴുതുമായിരുന്നു. നാലാമത്തെ ചോദ്യം, കിസീനെ മേ നിഹിത് സർവനാം ക്യാ ഹെ? കിസീനെ എന്നതിൽ ഉൾക്കൊണ്ടിട്ടുള്ള പ്രോനൗൺ ഏതാണ്? ഉത്തരം, കോയി. കിസീനെ എന്നുള്ളതിനെ ഡിവൈഡ് ചെയ്തെഴുതുമ്പോൾ കോയി പ്ലസ് നേ, കിസീനെ. അഞ്ചാമത്തെ ചോദ്യം, ഖൂബ് സർദി മേ സംജ്ഞാ ശബ്ദ और വിശേഷൺ ശബ്ദ അലഗ് കർക്കെ ലിഖെ. ഖൂബ് സർദി എന്നുള്ളതിലെ നൗണും ആഡ്ജക്റ്റീവും വേർതിരിച്ച് എഴുതുക. ഉത്തരം, സംജ്ഞാ ശബ്ദ സർദി, വിശേഷൺ ശബ്ദ ഖൂബ്. ആറാമത്തെ ചോദ്യം, റാണി से मिलने जाते समय अपने वस्त्र धारण के बारे में किसी ने पूछा तब गांधी जी ने उससे क्या कहा? രാജ്ഞിയെ കാണുന്നതിനായി പുറപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണത്തെ സംബന്ധിച്ച് ചോദിക്കുന്ന സമയം ഗാന്ധിജി അയാളോട് എന്താണ് പറഞ്ഞത്? ഉത്തരം, ഗാന്ധിജി ने उससे कहा फिक्र मत करो तुम्हारे राजा ने हम दोनों के बराबर कपड़े अकेले ही पहन रखे होंगे. ഗാന്ധിജി അയാളോടായി പറഞ്ഞു, യാതൊരു ചിന്തയും വേണ്ട, നിങ്ങളുടെ രാജാവ് നമ്മൾ രണ്ടുപേരും ധരിച്ചിരിക്കുന്നതിന് തുല്യമായ രീതിയിലുള്ള വസ്ത്രങ്ങൾ രാജാവ് ഒറ്റയ്ക്ക് ധരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ ധരിച്ചിരിക്കുന്ന ഈ കുറച്ച് മാത്രമുള്ളതായ വസ്ത്രത്തെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. ഏഴാമത്തെ ചോദ്യം, तीनों बंदरों को गांधी जी ने अपने जीवन का साथी बना लिया क्यों? ആ മൂന്ന് കുരങ്ങുകളെയും ഗാന്ധിജി തൻ്റെ ജീവിതത്തിലെ സുഹൃത്തുക്കളാക്കി മാറ്റി, എന്തുകൊണ്ട്? ഉത്തരം, तीनों बंदरों का मतलब यही है कि मत देख, मत सुन और मत बोल. ആ മൂന്ന് കുരങ്ങുകളുടെയും അർത്ഥം ഇതാണ്: കാണരുത്, കേൾക്കരുത്, പറയരുത്. इसका मतलब ये है, ഇതിൻ്റെ അർത്ഥം ഇതാണ്: जो देखना है उसी को देखना, കാണേണ്ടത് മാത്രം കാണുക. जो सुनना है उसी को सुनना, കേൾക്കേണ്ടത് മാത്രം കേൾക്കുക. और जो बोलना है उसी को बोलना, പറയേണ്ടത് മാത്രം പറയുക. എട്ടാമത്തെ ചോദ്യം, ദക്ഷിണ അഫ്രിക്ക മേ ഗാന്ധിജി കാ വേഷ് कैसा था? സൗത്ത് ആഫ്രിക്കയിലെ ഗാന്ധിജിയുടെ വേഷം എന്തായിരുന്നു? ദക്ഷിണാഫ്രിക്ക മേ ഗാന്ധിജി കാ വേഷ് കുർത്ത ഓർ ധോത്തി था. സൗത്ത് ആഫ്രിക്കയിൽ ഗാന്ധിജിയുടെ വേഷം കുർത്തയും മുണ്ടുമായിരുന്നു. ഒൻപതാമത്തെ ചോദ്യം, കോഷ്ടക് സേ ഉചിത് ശബ്ദ സഹി സ്ഥാൻ പർ രഖ്കർ പിരമിഡ് കി പൂർത്തി കരെ. ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ വാക്കുകൾ ശരിയായ സ്ഥാനത്ത് ചേർത്ത് വാക്യ പിരമിഡ് പൂർത്തീകരിക്കുക. ബ്രാക്കറ്റിൽ അപ്നി औरत. ചോദ്യം, ധോ രഹി ഥി, ധോത്തി ധോ രഹി ഥി. ഉത്തരം നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. ഒന്നാമത്തെ മോഡൽ, ധോ രഹി ഥി, ധോത്തി ധോ രഹി ഥി, അപ്നി ധോത്തി ധോ രഹി ഥി, औरत അപ്നി ധോത്തി ധോ രഹി ഥി. കഴുകിക്കൊണ്ടിരുന്നു, മുണ്ട് അല്ലെങ്കിൽ വസ്ത്രം കഴുകിക്കൊണ്ടിരുന്നു, തൻ്റെ വസ്ത്രം കഴുകിക്കൊണ്ടിരുന്നു, സ്ത്രീ തൻ്റെ വസ്ത്രം കഴുകിക്കൊണ്ടിരുന്നു. രണ്ടാമത്തെ മോഡൽ, ധോ രഹി ഥി, ധോത്തി ധോ രഹി ഥി, औरत ധോത്തി ധോ രഹി ഥി, औरत അപ്നി ധോത്തി ധോ രഹി ഥി. ഈ രണ്ട് മാതൃകയിലും പുതിയതായി ചേർത്തിരിക്കുന്നതായ വാക്കുകൾ നിറം മാറ്റി കൊടുത്തിരിക്കുന്നു. പത്താമത്തെ ചോദ്യം, गोल में सम्मेलन के लिए जाते वक्त वहाँ की घटना के बारे में गांधी जी की डायरी तैयार करें. വട്ടമേശ സമ്മേളനത്തിന് പുറപ്പെടുന്നതായ സമയത്ത്
ഉണ്ടായ സംഭവത്തെ സംബന്ധിച്ച് ഗാന്ധിജിയുടെ ഡയറി തയ്യാറാക്കുക. ഉത്തരം താരീഖ് मैं आज सवेरे गोलमेज सम्मेलन के लिए लंदन आया. തീയതി ഞാൻ ഇന്ന് രാവിലെ വട്ടമേശ സമ്മേളനത്തിനായി ലണ്ടനിൽ വന്നു. अनेक देशों के प्रतिनिधि इस सम्मेलन में शामिल थे. അനേകം രാജ്യങ്ങളിലെ പ്രതിനിധികൾ ഈ സമ്മേളനത്തിനായി വന്നിരുന്നു. यहाँ खूब सर्दी है. ഇവിടെ വളരെ തണുപ്പാണ്. तो भी मैं सिर्फ धोती ही पहनता हूं. ഇങ്ങനെയാണെങ്കിലും ഞാൻ ഒരു മുണ്ട് മാത്രമാണ് ധരിക്കുന്നത്. इसके बारे में कुछ बच्चे मुझसे पूछते थे. ഇതിനെ സംബന്ധിച്ച് കുറച്ച് കുട്ടികൾ എന്നോട് ചോദിച്ചിരുന്നു. പ്രശ്ന സുൻകർ മേ മുസ്കുരായ. ആ ചോദ്യം കേട്ടപ്പോൾ ഞാനൊന്ന് പുഞ്ചിരിച്ചു. ഭാരത് കെ ബാരെ മേ വേ ക്യാ ജാൻതേ ഹേ. ഇന്ത്യയെ സംബന്ധിച്ച് അവർക്ക് എന്തറിയാൻ. സമ്മേളൻ കെ ബാദ് മേ യഹാ കി റാണി സെ മിൽനെ ഗയാ. സമ്മേളനത്തിന് ശേഷം ഞാൻ ഇവിടുത്തെ രാജ്ഞിയെ കാണാനായിട്ട് പോയി. तब एक व्यक्ति ने इतने कम कपड़े पहनकर दरबार में जाने की आशंका प्रकट की. അപ്പോൾ ഒരു വ്യക്തി ഇത്രയും കുറച്ച് വസ്ത്രങ്ങൾ മാത്രം ധരിച്ച് രാജ കൊട്ടാരത്തിലേക്ക് അല്ലെങ്കിൽ രാജസദസ്സിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ച് ആശങ്ക പ്രകടിപ്പിച്ചു. मैं उनसे कहा कि यहाँ के राजा हम दोनों के बराबर कपड़े पहनते हैं. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടുത്തെ രാജാവ് നമ്മൾ രണ്ടുപേരും ധരിച്ചിരിക്കുന്നതിന് തുല്യമായ രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ടല്ലോ. इसलिए इसके बारे में फिक्र ना करें. അതുകൊണ്ട് ഞാൻ ധരിച്ചിരിക്കുന്ന ഈ കുറഞ്ഞ വസ്ത്രത്തെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. भारत में अनेक लोग गरीबी से जीवित रहते हैं कि सिर्फ एक धोती ही पहनना भी मुश्किल है. ഭാരതത്തിൽ അനേകം ദരിദ്രരായ ആളുകൾ ജീവിക്കുന്നുണ്ട്. അവർ കേവലം ഒരു മുണ്ട് പോലും ധരിക്കാൻ പ്രയാസപ്പെടുന്ന തരത്തിലുള്ളവരാണ്. ഉൻകെ ബാരെ മേ സോച്ച്കർ മേ അത്യന്ത ദുഃഖി ഹൂം. അവരെക്കുറിച്ച് ഓർത്ത് ഞാൻ വളരെയധികം ദുഃഖിക്കുന്നു. 11ാമത്തെ ചോദ്യം, മേരാ ജീവൻ ഹി മേരാ സന്ദേശ് ഹേ. യഹ് ഗാന്ധിജി കാ കഥൻ ഹേ. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. ഇത് ഗാന്ധിജി പറഞ്ഞ കാര്യമാണ്. पाठ भाग के आधार पर इसका विश्लेषण करके एक भाषण तैयार करें. പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി ഇതിനെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ഒരു പ്രസംഗം തയ്യാറാക്കുക. പ്രസംഗം സാധാരണ 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ ദൈർഘ്യമുള്ളതാണെങ്കിലും നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കുന്ന പ്രസംഗം ഏകദേശം ഒരു പാരഗ്രാഫിൽ ഒതുക്കാവുന്ന തരത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഉത്തരം, ആദരണീയ അധ്യാപക് और प्यारे मित्रों नमस्कार. ആദരണീയരായ അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, നമസ്കാരം. गांधी ने अपनी आत्मकथा में लिखी है मेरा जीवन ही मेरा संदेश है. ഗാന്ധിജി തൻ്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. इसके बारे में आपसे कुछ बातें बताना चाहता हूँ. ഇതിനെക്കുറിച്ച് താങ്കളോട് അല്ലെങ്കിൽ നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉൻകെ ഇസ് കഥൻ കാ മത്ലബ് ക്യാ ഹേ. അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ക്യാ ആപ് ജാൻതേ ഹേ കിസി കാ ജീവൻ കബ് സന്ദേശ് ബൻതാ ഹേ. നിങ്ങൾക്കറിയാമോ ആരുടെയെങ്കിലും ജീവിതം എപ്പോഴാണ് സന്ദേശം, ഒരു മെസ്സേജ് ആവുക എന്ന്? जब अपने आदर्शों और सिद्धांतों को शब्दों से अधिक अपने कर्मों से समाज के सामने व्यक्त करते हैं तब वह प्रेरणादायक और अनुकरणीय बन जाता है. തൻ്റെ ആദർശങ്ങളും സിദ്ധാന്തങ്ങളും വാക്കുകൾക്കതീതമായി പ്രവൃത്തികൾ കൊണ്ട് സമൂഹത്തിന് മുൻപിൽ പ്രകടമാക്കുമ്പോൾ അത് വളരെയധികം പ്രേരണാദായകവും അനുകരണീയവുമായി മാറുന്നു. ഗാന്ധിജി ने अपनी जिंदगी के द्वारा यह व्यक्त किया है. ഗാന്ധിജി തൻ്റെ ജീവിതം മുഖേന ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. बचपन से ही उन्होंने सत्य पर पूरा विश्वास रखता था. കുട്ടിക്കാലം മുതൽ തന്നെ സത്യത്തിൽ അദ്ദേഹം പൂർണ്ണമായും വിശ്വസിച്ചിരുന്നു. सत्य हरिश्चंद्र नाटक से प्रेरित होकर उन्होंने सत्यनिष्ठा का प्रण लिया और जिंदगी भर उनका पालन करते रहे. സത്യ ഹരിശ്ചന്ദ്ര എന്ന നാടകത്തിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം സത്യസന്ധതയോട് ജീവിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും തൻ്റെ ജീവിതം മുഴുവൻ അത് പാലിക്കുകയും ചെയ്തു.
वे कहते हैं कि मेरा धर्म സത്യ और അഹിംസ पर ആധാരിത है. അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം ഇതാണ്, എൻ്റെ മതം സത്യത്തിലും അഹിംസയിലും അടിസ്ഥാനമാക്കിയുള്ളതാണ്. സത്യ മേരാ ഈശ്വർ ഹേ और അഹിംസ ഉസേ പാനെ കാ സാധൻ. സത്യമാണ് എൻ്റെ ഈശ്വരൻ, അഹിംസയാണ് ഈ സത്യമെന്ന ഈശ്വരനെ നേടുന്നതിനുള്ള വസ്തു. मेरा मत ये है कि गांधी जी का जीवन उनकी वाणी के अनुसार था. എൻ്റെ അഭിപ്രായം ഇതാണ്, ഗാന്ധിജിയുടെ ജീവിതം അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കനുസരിച്ച് തന്നെയായിരുന്നു. इसलिए ही उनका जीवन सबके लिए प्रेरणादायक और अनुकरणीय है. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം എല്ലാവർക്കും പ്രേരണാദായകവും അനുകരണീയവുമായിരിക്കുന്നത്. ഇത്നാ कहकर मेरा भाषण समाप्त करता हूं. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചുകൊള്ളുന്നു. ധന്യവാദ്. ജയ് ഹിന്ദ്. നന്ദി. ജയ് ഹിന്ദ്. 12ാമത്തെ ചോദ്യം, സഹി മിലാൻ കരേം. മാച്ച് ദി ഫോളോയിങ്. ചേരുംപടി ചേർക്കുക. ഇടതുഭാഗത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ, और तालाब में गांधी जी ने फैसला किया, किसी ने गांधी जी से पूछा, हम दोनों के बराबर कपड़े. വലതുഭാഗത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ, कि अब से एक धोती ही पहनूंगा, कि कम कपड़ों में दरबार में कैसे जाओगे, राजा ने अकेले ही पहन रखे होंगे, अपनी धोती धो रही थी. उत्तरम, औरत तालाब में अपनी धोती धो रही थी. സ്ത്രീ കുളത്തിൽ തൻ്റെ വസ്ത്രം കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഗാന്ധിജിനെ ഫൈസല കിയ कि अब से एक धोती ही पहनूंगा. ഗാന്ധിജി തീരുമാനമെടുത്തു, ഇനി മുതൽ ഒരു മുണ്ട് മാത്രമേ ധരിക്കുകയുള്ളൂ. किसी ने गांधी जी से पूछा कि कम कपड़ों में दरबार में कैसे जाओगे. ആരോ ഗാന്ധിജിയോട് ചോദിച്ചു, ഇത്രയും കുറഞ്ഞ വസ്ത്രങ്ങൾ കൊണ്ട് രാജകൊട്ടാരത്തിൽ എങ്ങനെ പോകും. हम दोनों के बराबर कपड़े राजा ने अकेले ही पहन रखे होंगे. നമ്മൾ രണ്ടുപേരും ധരിച്ചിരിക്കുന്നതിന് തുല്യമായ വസ്ത്രങ്ങൾ രാജാവ് ഒറ്റയ്ക്ക് ധരിച്ചിട്ടുണ്ടാവും. മൂന്നാമത്തെ വർക്ക്ഷീറ്റിൽ ആകെ 11 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം, ഗാന്ധിജി को पहली कक्षा में भर्ती कराते समय उनकी उम्र कितनी थी. ഗാന്ധിജിയെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ചേർക്കുന്നതായ സമയം ഗാന്ധിജിയുടെ പ്രായം എത്രയായിരുന്നു. ഉത്തരം, गांधी को पहली कक्षा में भर्ती कराते समय उनकी उम्र 11 साल थी. ഗാന്ധിജിയെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ചേർക്കുന്നതായ സമയം അദ്ദേഹത്തിൻ്റെ പ്രായം 11 വയസ്സായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, पहली कक्षा की पढ़ाई में गांधी जी का स्थान कितना था. ഒന്നാം സ്റ്റാൻഡേർഡിലെ ആദ്യത്തെ പരീക്ഷയിൽ ഗാന്ധിജിയുടെ സ്ഥാനം എത്രാമതായിരുന്നു. ഉത്തരം, पहली कक्षा की पढ़ाई में गांधी जी का स्थान 34 बच्चों में 32वां था. ഒന്നാം സ്റ്റാൻഡേർഡിൽ ആദ്യത്തെ പരീക്ഷയ്ക്ക് ഗാന്ധിജിയുടെ സ്ഥാനം 34 കുട്ടികളിൽ 32ാം സ്ഥാനമായിരുന്നു. മൂന്നാമത്തെ ചോദ്യം, ഫിസൂൽ ഖർച്ച് के बारे में गांधी जी का विचार क्या है. പാഴ്ചെലവ് അല്ലെങ്കിൽ ദുർചെലവിനെ സംബന്ധിച്ച് ഗാന്ധിജിയുടെ അഭിപ്രായം എന്താണ്. ഉത്തരം, ഹമാരെ ദേശ് കെ അധികാംശ് ലോഗ് ഗരീബ് ഹേ. നമ്മുടെ രാജ്യത്തിലെ കൂടുതൽ ആളുകളും ദരിദ്രരാണ്. इसलिए हमको ഫിസൂൽ ഖർച്ചി और दिखावा नहीं करना चाहिए. അതുകൊണ്ട് നമ്മൾക്ക് പാഴ്ചെലവോ അല്ലെങ്കിൽ ആഡംബരമോ ഒന്നും കാണിക്കേണ്ട കാര്യം ഇല്ല. നാലാമത്തെ ചോദ്യം, ഉസ് പർ മേൻ നിഹിത് സർവനാം ക്യാ ഹെ. ഉസ് പർ എന്നുള്ളതിൽ ഉൾക്കൊണ്ടിട്ടുള്ള സർവനാമം ഏതാണ്. ഉത്തരം, വാഹ്. ഉസ് പർ എന്നുള്ളതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ വാഹ് പ്ലസ് പർ ഉസ് പർ. അഞ്ചാമത്തെ ചോദ്യം, അധികാംശ് ശ്ലോക് മേ സംജ്ഞാ ശബ്ദ और വിശേഷൺ ശബ്ദ അലഗ് करके लिखें. അധികാംശ് ശ്ലോക് എന്നതിൽ നൗണും വിശേഷണം അല്ലെങ്കിൽ ആഡ്ജക്റ്റീവും വേർതിരിച്ചെഴുതുക. ഉത്തരം, ലോക് സംജ്ഞാ ശബ്ദ, അധികാംശ് വിശേഷൺ ശബ്ദ. ആറാമത്തെ ചോദ്യം, गांधी जी के 3 बंदर मशहूर हैं. गांधी जी को ये बंदर किससे मिले. ഗാന്ധിജിയുടെ 3 കുരങ്ങുകൾ ഫേമസ് ആണ്. ഗാന്ധിജിക്ക് ഇവയെ എവിടെ നിന്ന് കിട്ടി. ജീവനുള്ള കുരങ്ങുകളല്ല, കളിപ്പാട്ടമാണ്. ഗാന്ധിജി को ये बंदर कुछ चीनी बच्चों से मिली. ഗാന്ധിജിക്ക് ഈ കുരങ്ങുകളെ
ചൈനക്കാരായ കുട്ടികളിൽ നിന്നാണ് കിട്ടിയത്. ഏഴാമത്തെ ചോദ്യം, വേ ധീരെ ധീരെ ഗാന്ധി ബനെ ഇസ്കാ മത്ലബ് ക്യാ ഹൈ? അദ്ദേഹം സാവധാനം ഗാന്ധി ആയി തീർന്നു. ഇതിന്റെ അർത്ഥം എന്താണ്? ഉത്തരം, ഗാന്ധിജിക്ക് ജീവൻ മേ ബഹുത് സാരെ അനുഭവ थे. ഗാന്ധിജിയുടെ ജീവിതത്തിൽ ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. इन अनुभवों से उनके जीवन में उच्च विचार हुए और चरित्र निर्माण भी हुआ. ഈ അനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉന്നതമായ ചിന്താഗതികൾ ഉണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ സ്വഭാവ രൂപീകരണം ഉണ്ടാവുകയും ചെയ്തു. ഇസ് പ്രകാർ ഗാന്ധിജി കാ ജീവൻ സാർത്ഥക് ബന. ഇങ്ങനെ ഗാന്ധിജിയുടെ ജീവിതം അർത്ഥപൂർണമായി മാറി. अपने कर्मों के द्वारा धीरे धीरे गांधी बने जैसे हम चित्र में देखते हैं. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ മുഖാന്തരം അദ്ദേഹം സാവധാനം ഗാന്ധി ആയിത്തീർന്നു, ഇന്ന് നമ്മൾ ചിത്രങ്ങളിൽ കാണുന്ന തരത്തിൽ. എട്ടാമത്തെ ചോദ്യം, കോഷ്ടക് സെ ഉചിത് ശബ്ദ സഹി സ്ഥാൻ പർ രഖ്കർ പിരമിഡ് കി പൂർത്തി കരേ. ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ വാക്കുകൾ ശരിയായ സ്ഥാനത്ത് ചേർത്ത് വാക്യ പിരമിഡ് പൂർത്തീകരിക്കുക. ബ്രാക്കറ്റിൽ ബഹുത് ഗാന്ധിജി കെ. ചോദ്യം, മഷൂർ ഹേ തേൻ ബന്ദർ മഷൂർ ഹേ. ഇവിടെയും രണ്ട് രീതിയിൽ നമുക്ക് ഉത്തരം തയ്യാറാക്കാം. ഒന്നാമത്തെ മോഡൽ, മഷൂർ ഹേ തീൻ ബന്ദർ മഷൂർ ഹേ. പ്രസിദ്ധമാണ്, 3 കുരങ്ങുകൾ പ്രസിദ്ധമാണ്. തീൻ ബന്ദർ ബഹുത് മഷൂർ ഹേ. 3 കുരങ്ങുകൾ വളരെ പ്രസിദ്ധമാണ്. ഗാന്ധിജിക്ക് തീൻ ബന്ദർ ബഹുത് മഷൂർ ഹേ. ഗാന്ധിജിയുടെ 3 കുരങ്ങുകൾ വളരെ പ്രസിദ്ധമാണ്. രണ്ടാമത്തെ മോഡൽ, മഷൂർ ഹേ തീൻ ബന്ദർ മഷൂർ ഹേ. ഗാന്ധിജിക്ക് തീൻ ബന്ദർ മഷൂർ ഹേ. ഗാന്ധിജിക്ക് തീൻ ബന്ദർ ബഹുത് മഷൂർ ഹേ. ഈ രണ്ട് മാതൃകകളിലും പുതിയതായി ചേർത്തിരിക്കുന്നതായ വാക്കുകൾ നിറം മാറ്റി കൊടുത്തിരിക്കുന്നു. ഒൻപതാമത്തെ ചോദ്യം, औरत की हालत देखकर ഗാന്ധിജി को बड़ा दुख हुआ. ആ സ്ത്രീയുടെ അവസ്ഥ കണ്ടിട്ട് ഗാന്ധിജിക്ക് വളരെ ദുഃഖം തോന്നി. इस घटना के बारे में मित्र के नाम पर ഗാന്ധിജി का पत्र लिखे. ഈ സംഭവത്തെ സംബന്ധിച്ച് തൻ്റെ സുഹൃത്തിൻ്റെ പേരിൽ ഗാന്ധിജി എഴുതുന്നതായ കത്ത് തയ്യാറാക്കുക. ഉത്തരം, സ്ഥാൻ താരീഖ്. സ്ഥലം തീയതി. പ്രിയ മിത്ര, आप कैसे हैं? मैं सोचता हूँ कि आप और परिवार वाले सब कुशल से हैं. പ്രിയ കൂട്ടുകാരാ, താങ്കൾക്ക് സുഖമാണോ? ഞാൻ കരുതുന്നു താങ്കളും കുടുംബാംഗങ്ങളും സുഖമായി ഇരിക്കുന്നുവെന്ന്. मैं एक विशेष बात बताने के लिए यह पत्र लिखता हूँ. ഞാനൊരു പ്രത്യേക കാര്യം പറയുന്നതിന് വേണ്ടിയാണ് ഈ കത്ത് എഴുതുന്നത്. मैं आज मदुरै में भाषण देने आ रहा था. ഞാൻ ഇന്ന് മധുരയിൽ പ്രസംഗത്തിനായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. रास्ते की एक तालाब में एक औरत अपनी धोती धो रही थी. വഴിയിലുള്ളതായ ഒരു കുളത്തിൽ ഒരു സ്ത്രീ തൻ്റെ വസ്ത്രം കഴുകിക്കൊണ്ടിരുന്നു. धोती का एक पहलू पहनती थी और दूसरा पहलू धोती थी. ആ വസ്ത്രത്തിൻ്റെ ഒരറ്റം ധരിച്ചുകൊണ്ടിരുന്നു, മറുഭാഗം കഴുകിക്കൊണ്ടിരുന്നു. फिर धुला हुआ पहलू पहनने के बाद दूसरा पहलू धोती है. പിന്നീട് കഴുകിയതായ ഭാഗം ധരിച്ചതിന് ശേഷം മറുഭാഗം കഴുകുന്നു. कैसी हालत है उसकी. എന്തൊരവസ്ഥയാണ് അവരുടെ. ये देखकर मैं निर्णय लिया कि आज से सिर्फ एक धोती ही पहनूंगा. ഇത് കണ്ടിട്ട് ഞാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്, ഇന്നു മുതൽ ഞാൻ ഒറ്റ മുണ്ട് മാത്രമേ ധരിക്കൂ. ये देखकर भारत के लोग ऐसा करें. ഇത് കണ്ടിട്ട് ഭാരതീയരും ഇങ്ങനെ ചെയ്യട്ടെ. പരിവാർ വാലോं को मेरा प्रणाम. കുടുംബാംഗങ്ങൾക്ക് എൻ്റെ നമസ്കാരം. ജവാബ് की प्रतीक्षा में हस्ताक्षर മോഹൻദാസ്. മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് സിഗ്നേച്ചർ മോഹൻദാസ്. ഇവിടെ ഗാന്ധിജി കത്തെഴുതുമ്പോൾ ഗാന്ധിജി എന്ന് എഴുതുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരിൻ്റെ ആദ്യ ഭാഗം മോഹൻദാസ് എന്ന് കൊടുത്തിരിക്കുന്നു. കത്തിൻ്റെ വെളിയിൽ എഴുതുന്ന രീതിയിലുള്ളതായ അഡ്രസ് സേവാമേ നാം പത്ത. ഇത് എപ്പോഴും ഈ മോഹൻദാസ് എന്ന് എഴുതിയിരിക്കുന്നതിന് തൊട്ട് താഴെ ആ താഴെ ലെഫ്റ്റ് സൈഡിലേക്ക് നീക്കി വേണം എഴുതാൻ. ഇവിടെ ഈ സ്ലൈഡിൽ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കയറ്റി എഴുതിയിരിക്കുന്നത്. ഇത് താഴ്ത്തി വേണം എഴുതാൻ. പരീക്ഷാ പേപ്പറിൽ അല്ലെങ്കിൽ നോട്ട് ബുക്കിൽ എഴുതുമ്പോൾ എപ്പോഴും ഈ പേര് എഴുതിയതിന് ശേഷം താഴോട്ട് ഇറക്കി വേണം എഴുതാൻ. പത്താമത്തെ ചോദ്യം, ഗാന്ധിജി സിർഫ് ഏക് ധോത്തി പഹൻകർ റാണി സെ മിൽനെ കോ തയ്യാർ ഹോഗി. ഗാന്ധിജി
ഒറ്റ മുണ്ട് മാത്രം ധരിച്ചുകൊണ്ട് രാജ്ഞിയെ കാണാനായി തയ്യാറെടുത്തു. ഏക് വ്യക്തിനെ ഇസ്കെ ബാരെ പൂച്ച. ഒരു വ്യക്തി അദ്ദേഹത്തോട് ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചു. ഗാന്ധിജി और उस व्यक्ति के बीच का वार्तालाप कल्पना करके लिखें. ഗാന്ധിജിയും ആ വ്യക്തിയും തമ്മിലുള്ള സംഭാഷണം സങ്കല്പിച്ച് എഴുതുക. ഉത്തരം: വ്യക്തി: ജി നമസ്കാർ സർ. നമസ്കാരം ഗാന്ധിജി. നമസ്കാരം വ്യക്തി: ക്യാ ആപ് റാണിക്കെ ദർബാർ മേ ജാത്തെ ഹേ. എന്താ താങ്കൾ രാജ്ഞിയുടെ സദസ്സിലേക്ക്, കൊട്ടാരത്തിലേക്ക് പോവുകയാണോ? ഗാന്ധിജി: ഹാ ജറൂർ. അതെ, തീർച്ചയായും. വ്യക്തി: കേവൽ ഏ ധോത്തി പെഹൻകർ. ഈ ഒരു മുണ്ട് മാത്രം ധരിച്ചുകൊണ്ടോ? ഗാന്ധിജി: യഹ് മേരാ മൻപസന്ദ് കപ്പടാ ഹെ. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വസ്ത്രമാണ്. വ്യക്തി: ഇത്നെ കം കപ്പടെ സെ ജാന. ഇത്രയും കുറഞ്ഞ വസ്ത്രങ്ങൾ മാത്രം ധരിച്ചു പോവുക. ഗാന്ധിജി: യഹി മുജെ അധിക് ഹെ. ഇത് തന്നെ എനിക്ക് ധാരാളമാണ്. വ്യക്തി: റാണി के दरबार में इतने कम कपड़े से जाना अदब कायदे के खिलाफ है. രാജ്ഞിയുടെ കൊട്ടാരത്തിലേക്ക് ഇത്രയും കുറച്ച് വസ്ത്രങ്ങൾ മാത്രം ധരിച്ചുകൊണ്ട് പോകുന്നത് മര്യാദയ്ക്ക് ചേർന്നതല്ല. ഗാന്ധിജി: ചിന്താ മത് കരോ, തുമാരെ രാജാനെ ഹം ദോനോ കെ ബരാബർ കപ്പടെ അക്കേലെ ഹി പഹൻ രഖേ ഹോംഗെ. അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. നിങ്ങളുടെ രാജാവ് നമ്മൾ രണ്ടുപേരും ധരിച്ചിരിക്കുന്നതിന് തുല്യമായ വസ്ത്രങ്ങൾ ഒറ്റയ്ക്ക് ധരിച്ചിട്ടുണ്ടാവും. 11ാമത്തെ ചോദ്യം: സഹി മിലാൻ കരേ. മാച്ച് ദി ഫോളോയിങ്. ചേരുംപടി ചേർക്കുക. ഇടതുഭാഗത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ: ഗാന്ധിജിക്ക് 3 ബന്ദർ बहुत मशहूर हैं. गांधीजी धीरे धीरे गांधी जी बन गए. गांधीजी धोती पहनने लगे. गांधी जी ने अपने जीवन से. വലതുഭാഗത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ: जैसा आजकल हम चित्रों में देखते हैं, सादगी का महत्व समझा दिया. ये दरअसल एक खिलौना था, तो जेब घड़ी कमर में लटकाने लगी. उत्तरम: गांधी जी के 3 बंदर बहुत मशहूर हैं. ये दरअसल एक खिलौना था. ഗാന്ധിജിയുടെ 3 കുരങ്ങുകൾ വളരെ പ്രസിദ്ധമാണ്. ഇവ വാസ്തവത്തിൽ ഒരു കളിപ്പാട്ടമായിരുന്നു. ഗാന്ധിജി ധീരെ ധീരെ ഗാന്ധിജി ബൻ ഗയെ ജൈസാ ആജ്കൽ ഹം ചിത്രോं में देखते हैं. ഗാന്ധിജി പതിയെ പതിയെ ഗാന്ധിജിയായി മാറി, ഇന്ന് നമ്മൾ ചിത്രങ്ങളിൽ കാണുന്നത് പോലെ. ഗാന്ധിജി ധോത്തി പഹനने लगे तो जेब घड़ी कमर में लटकाने लगे. ഗാന്ധിജി മുണ്ട് മാത്രം ധരിക്കാൻ തുടങ്ങി. അപ്പോൾ പോക്കറ്റിൽ വെക്കുന്നതായ ഘടികാരം അരയിൽ തൂക്കിയിടാൻ തുടങ്ങി. ഗാന്ധിജിനെ अपने जीवन से सादगी का महत्व समझा दिया. ഗാന്ധിജി തൻ്റെ ജീവിതത്തിൽ ലാളിത്യത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി തന്നു. ഇത്രയുമാണ് ഈ പാഠവുമായി ബന്ധപ്പെട്ട 3 വർക്ക്ഷീറ്റുകളും അവയുടെ ഉത്തരങ്ങളും. ഇനി മറ്റൊരു ചോദ്യം: താലിക കെ ശബ്ദോ സെ വാക്യ ബനായി. ഈ ടേബിളിൽ നിന്നുള്ള വാക്കുകൾ ഉൾപ്പെടുത്തി വാക്യങ്ങൾ ഉണ്ടാക്കുക. ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നതായ വാക്കുകൾ നോക്കുക. തരസ് രഹി ഹെ, മേ, ക്രിക്കറ്റ്, പത്ര, ധർത്തി, ഗൗരവ്. പാനി, ആയി ഹെ, ലിഖ്താ ഹെ, റീത്ത, ഗീത, ആത്തി ഹെ, ആയിഗ, പർസോ, ഘർ, സൽമാൻ, അഭി അഭി കെ ലിയെ ഖേൽത്താ ഹെ. ഇത്രയുമാണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ. ഈ വാക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാക്കാവുന്ന മാക്സിമം വാക്യങ്ങൾ. ഇവിടെ 23 വാക്യങ്ങൾ ഈ ടേബിളുമായി ബന്ധപ്പെടുത്തി, ടേബിളിൽ കൊടുത്തിരിക്കുന്ന വാക്കുകളുമായി ബന്ധപ്പെടുത്തി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. സൽമാൻ പത്ര ലിഖ്താ ഹെ. സൽമാൻ ക്രിക്കറ്റ് ഖേൽത്താ ഹെ. സൽമാൻ കത്തെഴുതുന്നു. സൽമാൻ ക്രിക്കറ്റ് കളിക്കുന്നു. സൽമാൻ ഘർ ആയേഗ. സൽമാൻ വീട്ടിൽ വരും. സൽമാൻ പർസോ ആയേഗ. സൽമാൻ മറ്റന്നാൾ വരും. സൽമാൻ അഭി അഭി ആയേഗ. സൽമാൻ ഇപ്പോൾ തന്നെ വരും. അടുത്ത 5 വാക്യങ്ങൾ ഗൗരവ് എന്നുള്ളത് ചേർത്താണ്. ഗൗരവ് പത്ര ലിഖ്താ ഹെ. गौरव क्रिकेट खेलता है. गौरव घर आएगा. गौरव परसों आएगा. गौरव अभी अभी आएगा. അടുത്ത 6 വാക്യങ്ങൾ ഗീത എന്ന ഇത് ചേർത്താണ്.
गीता आती है, गीता पानी के लिए तरस रही है, गीता आई है, गीता घर आई है, गीता अभी अभी आई है, गीता परसों आई है. അടുത്ത 6 വാക്യങ്ങൾ റീത്ത ചേർത്താണ്. റീത്ത ആത്തി ഹെ, റീത്ത പാനി के लिए तरस रही है, റീത്ത आई है, റീത്ത घर आई है, റീത്ത परसों आई है, റീത്ത अभी अभी आई है. അവസാനം 23-ാമതായി കൊടുത്തിരിക്കുന്നത് ധർത്തി പാനി के लिए तरस रही है. തരസ്ന ദാഹിക്കുക. അപ്പോൾ ഭൂമി വെള്ളത്തിനായി ദാഹിക്കുന്നു എന്നാണ് അർത്ഥം. ഇത്രയും ആണ് ഈ ഗാന്ധിജി കേസെ ബനെ എന്ന പാഠവുമായി ബന്ധപ്പെട്ടുള്ളതായ വർക്ക്ഷീറ്റുകളും അവയുടെ ഉത്തരങ്ങളും. മറ്റു കുട്ടികൾക്കിത് പരിചയപ്പെടുത്തുക. വീണ്ടും മറ്റൊരു പാഠവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ധന്യവാദം.